നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരായിരിക്കില്ലേ. ചില സമയത്ത് നമ്മളെടുത്ത തീരുമാനങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു എന്നും നമുക്ക് പല സമയത്തും തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും ഇത്. കാരണം നമ്മളുടെ ഒരു ഏജിൻ്റെ പകുതി മുക്കാൽ ഭാഗം നമ്മൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക, നമ്മൾ സ്കൂള് കോളേജ് ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചില സമയത്ത് നമുക്ക് തോന്നും അത്രയൊന്നും പഠിക്കേണ്ടായിരുന്നു, ഉടൻ തന്നെ നമുക്ക് PSCയിലോട്ട് വരായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അതൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്തപ്പോഴും ഞാൻ ആലോചിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫ്യൂച്ചറിന് സെറ്റാക്കാം. പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടല്ലോ. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജോലിക്ക് പോസിബിലിറ്റീസ് കൂടുതലാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. കാരണം ജോലിയുടെ സാധ്യത വളരെ കുറവാണ്, സാലറീസ് വളരെ കുറവാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുന്നൊരവസ്ഥയാണത്. എന്ത് ചെയ്യും ഇനി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ PSCയിലോട്ട് തിരിയുന്നത്. എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വെച്ചിട്ട് പല ഡിപ്രഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പലരും വീണ്ടും PSCയിലോട്ട് വന്നിട്ടുണ്ടാവുക. പ്രത്യേകിച്ചൊരു ഫാമിലി ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഹസ്ബൻഡ്, മക്കൾ, അവരുടെ പാരൻസ് എല്ലാവരെയും നമ്മൾ ഒരുപോലെ ലീഡ് ചെയ്യേണ്ട ഒരാളായിട്ട് മാറേണ്ട ഒരവസ്ഥ. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ പിന്നീടും ഒത്തുകൊണ്ടുപോകാൻ വെച്ചാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെല്ലാതും അഭിമുഖീകരിച്ചിട്ട് തന്നെ വീണ്ടും നമ്മൾ പഠനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു സ്വപ്നം ഉള്ളതുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അത് സാക്ഷാത്കരിക്കാൻ പറ്റണം. പിന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങാം. നമുക്ക് കുറച്ച് അറിവുള്ളവരോടായിക്കോട്ടെ അല്ലാത്തവരോടായിക്കോട്ടെ കുറച്ച് സജഷൻസൊക്കെ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോയതിൽ യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ചില സമയത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേണ്ടായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു, ഇങ്ങനെയൊന്നല്ല എന്നൊരു തോന്നൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ അറിവ് ചെറുതല്ല. അതുപോലെ ഓരോ ആൾക്കാരുടെ സജഷൻസും ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ അനുഭവമാണ് അതൊക്കെ. അപ്പോൾ നല്ല പ്ലാനിങ്ങോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് വീണ്ടും പഠിക്കാനായിട്ട് ഇറങ്ങുന്നത്. ചില സമയത്ത് നമുക്ക് മൈൻഡൊക്കെ മാറിപ്പോകുന്നുണ്ട്. കുറച്ച് സ്ട്രെസ്സ് അല്ലാതെ കൂടി വരുമ്പോൾ വീണ്ടും തിരിയണോ എന്നൊരു ചോദ്യത്തിലേക്ക് വരുന്നുണ്ട്. അത് PSC പഠിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുക എല്ലാവർക്കും സാധിക്കട്ടെ. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ അച്ഛൻ, അമ്മ എല്ലാവരും കാണുമ്പോൾ നമുക്ക് ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഡിപ്രഷൻ, വിഷമം എല്ലാവർക്കും വരുന്നതായിരിക്കും. അത് നമുക്ക് ഏജ് കൂടുന്തോറും നമുക്ക് ടെൻഷനാണ്. നമ്മുടെ ലൈഫ് ഒട്ടും സെറ്റിൽഡ് ആയില്ലല്ലോ, നമ്മൾ കരിയർ സ്റ്റക്കായി പോയോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭാഗ്യപരീക്ഷണം അതുപോലെ നമ്മളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടും കൂടിയായിട്ടും നമ്മൾ ഈ PSC പഠനത്തിലൂടെ എല്ലാവരും ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല പ്രാർത്ഥനയിലൂടെ അതുപോലെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെയാണ് ആവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ചില സമയത്ത് മൈൻഡ് മാറിപ്പോകുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇതിലോട്ട് എത്തിപ്പെടാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വീണ്ടും പഠിക്കണം എന്നുള്ളൊരു പ്ലാനിങ് കൂടെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള പ്ലാനും ഒരു പ്രൊസീജിയറായിട്ട് ഇത് തീർന്നിട്ടില്ല. ഇനിയും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.